നമുക്കറിയാം, ഈ കാലഘട്ടത്തെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പ്രത്യാശിക്കാനധികം വകയില്ല പ്രിയപ്പെട്ടവരെ. കഠിന ഹൃദയങ്ങള്, കുടുംബങ്ങൾ താറുമാറാകുന്നു, വിവാഹേതര ബന്ധങ്ങൾ വർദ്ധിക്കുന്നു, ഒരുപാട് വ്യക്തികളിൽ വിശ്വാസ ക്ഷയം സംഭവിക്കുന്നു, സഭ വിട്ടുപോകുന്നു, വിശുദ്ധി നഷ്ടപ്പെടുത്തുന്നു, കർത്താവിനെ വിട്ടുകളയുന്നു. ജഡിക സുഖങ്ങൾക്ക് വേണ്ടി പ്രണയിച്ച പുരുഷനെ ലഭിക്കാൻ, പ്രണയിച്ച സ്ത്രീയെ ലഭിക്കുവാൻ വിശ്വാസം വിട്ടുകളയുന്ന ഒരു ധാർമ്മികമായ അപജയത്തിന്റെ നാളുകളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. കരിമ്പാറയ്ക്ക് തുല്യമായ കഠിന ഹൃദയങ്ങള്, അനുതാപം നഷ്ടപ്പെട്ട അവസ്ഥ, മാനസാന്തരം ഇല്ലാതെ പോയ അവസ്ഥ. എന്റെ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് തോന്നും ഈ തലമുറയ്ക്ക് മാനസാന്തരം സംഭവിക്കുമോ, ഈ കാലഘട്ടത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുമോ? നമ്മുടെ ഉള്ളിൽ 100 സംശയങ്ങൾ വരാം. എന്നാൽ ഒരു കാര്യം പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഒരു സാഹചര്യവും കർത്താവിന് പ്രവർത്തിക്കാൻ, ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ തടസ്സമല്ല. ഹല്ലേലൂയ. എത്ര കഠിനമായ ഹൃദയത്തെയും എത്ര പ്രതികൂലമായ സാഹചര്യങ്ങളിലും തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. പ്രിയപ്പെട്ടവരെ, വിശ്വാസം ക്ഷയിച്ചു പോയ, അനുതാപം നഷ്ടപ്പെട്ട, മാനസാന്തരം ഇല്ലാതെ പോയ ഈ തലമുറയ്ക്ക് മാനസാന്തരത്തിന് കൃപ തരുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. കരിമ്പാറ കൂട്ടങ്ങളിൽ നിന്ന് ദാഹജലം പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന്റെ റൂഹായിക്ക് കഴിയുമെങ്കിൽ, പാപബോധം നഷ്ടപ്പെട്ട, ദൈവഭയം മറ്റുപോയ ഈ തലമുറയിൽ വിശ്വാസത്തിന്റെ തീ വീണ്ടും കത്തിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. അവന് മാത്രമേ കഴിയൂ. മരുഭൂമിയിൽ ഒരു നദി പോലെ ജലമൊഴുകുകയാണ്. വരണ്ട ഇടങ്ങളിൽ, ഉണങ്ങിയ നിലത്തിലൂടെ ഒരു നദിയുടെ പ്രവാഹം, ജീവനദിയുടെ പ്രവാഹം, കൃപാനദിയുടെ പ്രവാഹം, വചന നദിയുടെ പ്രവാഹം.